നമസ്തേ. ജനൻ ടി വിയിലെ പ്രേക്ഷകർക്ക് സുപരിചിത മുഖമാണ് ടി.ജി. മോഹൻദാസ്. പൊളിച്ചെഴുത്തിലൂടെ പലതും പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്നു. പലരും ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളോട്, ആരാണ് ഈ ടി.ജി. മോഹൻദാസ്? ഞാൻ നേരിട്ട് ചോദിക്കാൻ പോവാണ്. പൊളിച്ചെഴുത്തിൻ്റെ ഒരു പുതിയ വേർഷനിലേക്ക് കടക്കുകയാണ് ജനൻ ടി വി. നമസ്തേ. ആ ചോദ്യം മാത്രം എനിക്ക്, ആരാണ് ഈ ടി.ജി. മോഹൻദാസ്? സോഷ്യൽ ക്രിട്ടിക്കാണോ, വക്കീലാണോ, പ്രാസംഗികനാണോ? ആരാണ് ഞാൻ എന്ന ചോദ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ചോദ്യം. ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനമായിട്ട് കണക്ക് കൂട്ടുന്നത് ഈ ചോദ്യത്തെയാണ്. കോഹം, ആരാണ് ഞാൻ? ഇതിൻ്റെ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ, തത്വചിന്തകർ ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതല്ല എന്ന് പറയുന്നു. ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ആദിശങ്കരനാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറയുന്നത്. ഞാൻ ശിവനാണ്, ചിദാനന്ദരൂപനാണ് എന്ന് പറയുന്നു. അതിൽ അദ്ദേഹം ഈ പഞ്ചഭൂതങ്ങളെയും ചാതുർവിധ പുണ്യപുരുഷാർത്ഥങ്ങളെയും ഒക്കെ തള്ളി പറയുന്നുണ്ട്. ഇതൊന്നുമല്ല ഞാൻ. ഓരോ ശ്ലോകത്തിൻ്റെ അവസാനം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പം ഞാനാണെങ്കിലും പ്രദീപ് പിള്ളയാണെങ്കിലും ഈ കാണുന്ന ക്യാമറയും സംഗതിയും എല്ലാം ഇത് ശിവനിൽ നിന്ന് ഉത്ഭവിച്ച, അല്ലെങ്കിൽ ശിവൻ തന്നെയാണ് ഇതെല്ലാം. ഇപ്പം ഞാൻ ആരാണ് എന്നുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് തത്വചിന്താപരമായിട്ട് ഇതാണ് ഉത്തരം. ഞാൻ ആരുമല്ല എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ട് തന്നെ. താൻ ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുകയാണ് പതിവ്. ബട്ട് ഈ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇയാൾ ആരാ എന്ന് അറിയാനായിട്ട് ചോദിക്കാൻ, കളിയാക്കാനായിട്ടല്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ടി.ജി. മോഹൻദാസ്. ഞാൻ ജനിച്ചത് ചേർത്തല താലൂക്കിൻ്റെ വടക്കേ അറ്റത്ത്, പഴയ തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്കടുത്ത് ഒളവയ്പ്പ് എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജ്. അങ്ങോട്ട് റോഡില്ല, പോസ്റ്റ് ഓഫീസില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല. തോടൊക്കെ നീന്തി പാടവരമ്പത്തൂടെയൊക്കെ ചെല്ലേണ്ട ഒരു ചെറിയ സ്ഥലം. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം. പ്രീ ഡിഗ്രി വരെ പഠിച്ചതും. പിന്നെ ഞാൻ ഈ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു ഫാക്ടറാണ് അത് അങ്ങയുടെ പ്രൊഫൈൽ തിരഞ്ഞപ്പോൾ. CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു പക്ഷേ അങ്ങേക്ക് സംസാരിക്കുന്നിടയ്ക്ക് അങ്ങയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല, ആരും ചോദിച്ചതായിട്ടും അറിവില്ല. എന്താണ് പഠിച്ചത്? എന്തായിരുന്നു ആ കരിയർ? എവിടെയൊക്കെ ജോലി ചെയ്തു? ഞാൻ 1973 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്നത്. 77 അവിടെ നിന്ന് പാസ്സായി പോന്നു. കേരളത്തിൽ ഒരുപാട് അലഞ്ഞു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് 1.5 വർഷം. അതിൻ്റെ കൂടെ ജോലി കേരളത്തിൽ തീരെ ഇല്ലാത്ത കാലമാണ്, ഇന്നത്തെ പോലെ. ഇന്നും കേരളത്തിൽ ഒരു എൻജിനീയർ ജോലിയൊന്നുമില്ല. ഇൻസിഡൻ്റലി ഞാൻ പറയാം, ഒരു ഹോം നേഴ്സിനെ അന്വേഷിക്കുമ്പോൾ ഒരു സ്ത്രീ എനിക്ക് തന്ന ഉത്തരം, സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു പെൺകുട്ടിയുണ്ട് സാർ, എന്തെങ്കിലും ഒരു വരുമാനം അതിനാവശ്യമാണ്, അതിനെ എടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഞാൻ എടുത്തേനെ. കാരണം എനിക്ക് പിന്നാലെ വന്ന ഒരു എൻജിനീയർ ജോലിയില്ലാതെ ഹോം നേഴ്സ് ആവാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്നു, വൃദ്ധരെ പരിചരിക്കുന്ന ജോലി ചെയ്യാൻ. അതാണ് കേരളത്തിലെ അവസ്ഥ. പരമ ദയനീയമാണ്. ഒരു എൻജിനീയർക്കൊന്നും അന്തസ്സുള്ള ഒരു ജോലിയോ ഒരു എൻജിനീയറിംഗ് ഇൻഡസ്ട്രിയോ ഒന്നും തന്നെ വെർത്ത് ഇറ്റ്സ് നെയിം കേരളത്തിലില്ല. വർഷങ്ങളായിട്ട് എടുത്ത് പറയുന്നത് ബാക്കി ഒരു KMML അല്ലെങ്കിൽ FACT. അതിനുശേഷം എന്തുണ്ടായി കേരളത്തിൽ? പിന്നെ IT പാർക്കുകളെന്നൊക്കെ പറയാം. അത് വേറൊരു ലോകമാണ്. അതൊരു ഈ ബ്രിക്ക് ആൻഡ് മോട്ടോർ എൻജിനീയേഴ്സ് എന്ന് പറയും, കൈകൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. സോഫ്റ്റ്വെയർ അല്ല. സോഫ്റ്റ്വെയറിൻ്റെ ആ സെറ്റപ്പ് തന്നെ വേറെയാണ്, അതിൻ്റെ പഠിപ്പും വേറെയാണ്. ഇപ്പോൾ ബ്രിക്ക് ആൻഡ് മോട്ടോർ വിഭാഗത്തിനൊന്നും കേരളത്തിൽ ജോലിയില്ല. അതിൽ പെടുന്നതാണ് ഈ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇതുപോലെയുള്ള വിഭാഗങ്ങൾ. അവരൊക്കെ കേരളത്തിൽ പഠിച്ച് എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും കേരളത്തിൽ എന്തെങ്കിലും രക്ഷകൾ എനിക്കും രക്ഷ കിട്ടിയില്ല. ഞാൻ ഒരു
ഞാനും എൻ്റെ കൂട്ടുകാരനൊരു എൻജിനീയറും കൂടെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഏകദേശം 1.5 വർഷം യുദ്ധം ചെയ്തു. പരമദയനീയമായിട്ട് പരാജയപ്പെട്ടു. പരമദയനീയമായിട്ട് പരാജയപ്പെട്ട് റോഡിൽ ഇറങ്ങി ഇങ്ങനെ ആകാശത്ത് നോക്കി നിന്നു. പിന്നെ അവന് ജോലി കിട്ടി, അവൻ പോയി, ഞാൻ മാത്രമായി. പിന്നെ എനിക്ക് കളിയില്ല, കേരളത്തിന് എന്നെ വേണ്ട. എന്നെ പഠിപ്പിച്ചതിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. പഠിക്കുന്ന കാലത്ത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ആൾ ഡോക്ടർ RVG മേനോനാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട്, വല്ലപ്പോഴും പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, മോഹൻദാസെ, തനിക്ക് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ കേരള ഗവൺമെൻറ് ചിലവാക്കിയിട്ടുണ്ട് തന്നെ എഞ്ചിനീയറാക്കാൻ. കാരണം അന്ന് ഞങ്ങൾ കൊടുക്കുന്ന ഫീസ് 360 രൂപയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര ഹൈലി സബ്സിഡൈസ്ഡാണ്. ഇപ്പോഴും ഹൈലി സബ്സിഡൈസ്ഡാണ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ കേരളത്തിൽ. അപ്പോൾ 6 ലക്ഷം രൂപ മുടക്കിയാണ് തന്നെ എൻജിനീയർ ആക്കിയിരിക്കുന്നത്. സോ യു ഓ അറ്റ്ലീസ്റ്റ് ദാറ്റ് മച്ച് മണി ടു ദ സൊസൈറ്റി. ആ സൊസൈറ്റി പൈസ മുടക്കി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ശരി എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ സൊസൈറ്റിക്ക് എൻ്റെ കാശ് വേണ്ട എന്ന് സൊസൈറ്റി തീരുമാനിച്ചു. ആരാ നീ പോടാ. സകല സ്ഥലത്തു നിന്നും ഐ വാസ് റിജക്റ്റഡ്. മേ ബി ഞാൻ ഈ ഡെസ്റ്റിനിയിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ വിശ്വസിക്കാനും തോന്നും. എവരിവെയർ ഐ വാസ് റിജക്റ്റഡ്. നോ ഓപ്പർച്യൂണിറ്റീസ്, നത്തിങ്. സ്വന്തം ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് പരിഹസിക്കുന്നു. ഐ റിമെമ്പർ ആൻ ഓഫീസർ ഇൻ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ. അദ്ദേഹത്തെ ഞങ്ങൾ ചെന്ന് കാണുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരനും. ഞാനോ ഒരു ചൂടനാണ്, അവൻ അതിലും വലിയ ചൂടനാണ്. അപ്പോൾ ഞങ്ങൾ പോയി വളരെ ഭവ്യതയോടെ നിന്നു. അദ്ദേഹം ഇരിക്കാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങളൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. പുള്ളി മേശപ്പുറത്ത് നിന്ന് ഒരു പെൻസിലെടുത്തു, ഇടത്തെ ചെവിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ചൊറിയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, തുടങ്ങാനുള്ള ആലോചനയിലാണ് അല്ലേ. അസാമാന്യ പുച്ഛത്തിൽ വളരെ ഈ നമ്മളുടെ ഇറിറ്റേഷൻ കാണിക്കുന്നതാണ് ഈ പല്ല് തോണ്ടുക എന്നൊക്കെ പറയില്ല. നിങ്ങൾ ആരാന്ന് പറഞ്ഞ്, മോഹൻദാസ്, എന്ത് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ നിസ്സാരനാണ് എന്നുള്ള കാണിക്കുന്ന ബോഡി ലാംഗ്വേജാണ്. ഐ ഡോണ്ട് കെയർ ഫോർ ദിസ് ടൈപ്പ് ഓഫ് നോൺസെൻസ്. അതാണ് ചെവിയിലിട്ടുള്ള ചൊറിച്ചിൽ. ഞങ്ങൾ വല്ലാതെ ഇൻസൾട്ടായി. അദ്ദേഹം ഒരു രീതിയിലും സഹകരിച്ചില്ല. മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തി ഇതൊന്നും നടക്കുന്നതല്ല പിള്ളേർ, നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു. ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ഇറ്റ്. ബൈ ദ ടൈം 1.5 വർഷം ജീവിതത്തിൽ കടന്നു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരനല്ലേ, എത്ര കാലം അമ്മയുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങും. അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, പലവിധ ഇതുണ്ടല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് അന്നത്തെ അല്പസ്വല്പം സിഗരറ്റ് വലി, സിനിമ കാണൽ, ഇതൊക്കെ നടക്കുന്നത് അമ്മയാണ് ഫൈനാൻസ് ചെയ്യുന്നത്. അവസാനം ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. എൻ്റെ ഫ്രണ്ട്സ് പലരും മഹാരാഷ്ട്രയിൽ, അന്ന് മഹാരാഷ്ട്ര വാസ് ഫ്ലറിഷിങ്, ഇന്നും ഫ്ലറിഷിങ് ആണ്. അവിടെ പോയാൽ അപ്പോൾ തന്നെ ജോലി കിട്ടും. അപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരൻ്റെ കൂടെ മഹാരാഷ്ട്ര, ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഞാൻ പേരുകൾ പറയാത്തത്. ദേ ആർ ഓൾ ലിവിങ് നൗ ഇൻ കേരള. കേരളത്തിന് പുറത്തു നിൽക്കുകയുണ്ട്. അങ്ങനെ കൂട്ടുകാരൻ്റെ കൂടെ പോയി. ഇറ്റ് വാസ് ലവ്ലി കേട്ടോ. ഞാൻ പോകുന്നു, അവിടെ പോയി ചീഫ് എഞ്ചിനീയറെ കാണുക. ഒരു ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ചീഫ് എഞ്ചിനീയറെ കാണുക. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ആദ്യത്തേക്ക് പോയി, പുറകെ എന്നെ വിളിപ്പിച്ചു. ചീഫ് എഞ്ചിനീയർ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഈ ചത്ത എലിയെ തൂക്കിയെടുക്കുന്ന പോലെ എൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ 2 വിരൽ കൊണ്ട് തൂക്കിപ്പിടിച്ചു ചീഫ് എഞ്ചിനീയർ. ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വൈ ആർ യു ഹിയർ? ഞാൻ പറഞ്ഞു, ഐ നീഡ് എ ജോബ് സർ. ഗോ ആൻഡ് മീറ്റ് ദ സൂപ്പർഡിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അതിൽ കുറിച്ചു തിരിച്ചു തന്നു. കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങി. സൂപ്പർഡിങ് എഞ്ചിനീയറെ കണ്ടു. സൂപ്പർഡിങ് എഞ്ചിനീയർ എന്നോട് ചോദിച്ചു, പവർ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ. എനി എക്സ്പീരിയൻസ്? ഒന്നുമില്ല സാർ. എവിടെ താമസിക്കും? ഞാൻ പറഞ്ഞു, കൂട്ടുകാരുണ്ട്, അവരുടെ കൂടെ താമസിക്കും. ഓക്കെ, യു ആർ അപ്പോയിൻറ്റഡ്. നാളെ രാവിലെ വന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ വാങ്ങിച്ചോളൂ. ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെന്നു. ആൻഡ്
അൺഫോർച്ചുനേറ്റ്ലി ചീഫ് എഞ്ചിനീയർ ടൂറ് പോയി 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോയിൻമെൻറ്റ് ഓർഡർ റെഡിയാണ്, ബട്ട് ഇറ്റ് ഈസ് ടു ബി സൈൻ ബൈ ചീഫ് എഞ്ചിനീയർ. അതെ, ഇല്ല. 10 ദിവസം വെയിറ്റ് ചെയ്തു. 11-ാം ദിവസം അദ്ദേഹം വന്നു, ഒപ്പിട്ടു. സോ 1.5 വർഷം ഞാൻ കേരളത്തിൽ പയറ്റിയിട്ട് നടക്കാത്ത കാര്യം 11 ദിവസം, അതും 10 ദിവസം അദ്ദേഹം ടൂറായതുകൊണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ഡൺ. ഇത്ര ഫാസ്റ്റായിട്ട് ഫലത്തിൽ 24 മണിക്കൂറിലാണ് നടന്നിരിക്കുക. യെസ്, ഒരു ഫാസ്റ്റാണ്. ഐ ആം താങ്ക്ഫുൾ ടു മഹാരാഷ്ട്ര ആൻഡ് ലെഫ്റ്റ് മൈസെൽഫ്. ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കാരണം നല്ല മനുഷ്യരാണ്. യു ഗോ ടു ദ വില്ലേജസ് ഓഫ് മഹാരാഷ്ട്ര, യു വിൽ മീറ്റ് റിയൽ ഗുഡ് പീപ്പിൾ. കേരളത്തിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കമ്പയർഡ് ടു മഹാരാഷ്ട്ര കേരളത്തിൻ്റെ റാങ്ക് എൻ്റെ മനസ്സിൽ കുറച്ച് കുറവാണ്. ഞാനും മലയാളിയാണ്, അത് വെച്ച് എന്നെ കൂടെ ചേർത്താണ് ഞാനീ പറയുന്നത്. ഇത്രയുള്ള ഒന്ന്, രാഷ്ട്രീയം അവിടെ വളരെ കുറവാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 3 ആഴ്ച മുമ്പാണ് ആരെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ. അതിനപ്പുറത്ത് രാഷ്ട്രീയ ചർച്ച ഒന്നുമില്ല, മൊത്തം സമൂഹത്തിലില്ല. ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. അവർ ഞാനൊരിക്കൽ അബ്ദുറഹിമാൻ അൻതുലെ, അന്ന് മുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്രയുടെ, ബസ്സിൽ ഞാൻ എനിക്ക് കുറച്ച് മറാഠി വശമായി വായിക്കാനൊക്കെ പറ്റും. ബസ്സിൽ ഞാൻ ഈ അബ്ദുറഹിമാൻ അൻതുലെ രാജിവെക്കുമോ എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് തപ്പിത്തടഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തിരുന്ന ആൾ എന്തി വലിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, പഞ്ഞിയുടെ വില എത്രയെന്ന്. മഹാരാഷ്ട്രക്കാരനാണ്. ഹീസ് നോട്ട് മുഖ്യമന്ത്രി രാജിവെക്കുക, അങ്ങനെയൊക്കെ അറിയണ്ട, രാജിവെക്കുകയോ വെക്കാതിരുന്നു. പഞ്ഞിയുടെ വില എത്രയാണ്? പഞ്ഞി കർഷകനാണ്. ദിസ് ഈസ് മഹാരാഷ്ട്ര. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിക്കാൻ കുറച്ചുകൂടെ സമാധാനവും സന്തോഷവും ഒക്കെയുള്ള നല്ല സ്ഥലം. സോ ദിസ് ഈസ് സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദെൻ ഐ വാസ് ഇൻ ഡിമാൻഡ്. ഒരു എൻജിനീയർ ആയി കഴിഞ്ഞപ്പോൾ ഐ കുഡ് ഷോ മൈ കപ്പാസിറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് എന്തെങ്കിലും ഫോൾട്ടോ സംഗതിയോ വന്നു കഴിഞ്ഞാൽ ചീഫ് എഞ്ചിനീയർ കൺട്രോൾ റൂമിൽ വിളിക്കും. അറിയോ, മോഹൻദാസ് ആയാ ഹെ സാബ്, ठीक है मैं सो रहा हूँ. പിന്നെ അങ്ങനെ വരില്ല, ഞാൻ ഉറങ്ങട്ടെ, അവൻ നോക്കിക്കോളും. ദാറ്റ് വാസ് ദ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഹി ഹാഡ്. ഇറ്റ് മീൻസ് ചീഫ് എഞ്ചിനീയർ, സൂപ്പർ എഞ്ചിനീയർ. കേരളത്തിൽ ഇങ്ങനെ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ പോലും പുറത്ത് പറയില്ല കേട്ടോ. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ പറ്റി നല്ലത് പറയില്ല. ഞാൻ പ്രദീപ് പിള്ളയെ പറ്റി നല്ലത് പറയണമെങ്കിൽ പ്രദീപ് പിള്ള മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി മൂക്കത്ത് വിരൽ വെച്ച് ശ്വാസം നിലച്ചു, പിന്നെ ഞാൻ പ്രദീപ് പിള്ള മഹാനാണെന്ന് പറയും. അതുവരെ ഞാൻ പറയില്ല. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. മഹാരാഷ്ട്രയിൽ അതില്ല. ജീവിച്ചിരിക്കെ തന്നെ അവർ മറ്റുള്ളവരോട് നിങ്ങളെപ്പറ്റി അവമെടുക്കനാണെന്ന് പറയും, നിങ്ങളുടെ മുഖത്ത് നോക്കിയും പറയും. അതിനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. 4 പേര് അസൂയയില്ലാതെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതൊക്കെ മഹാരാഷ്ട്രക്കാരുടെ പ്രത്യേകതയാണ്. ഐ ഹാവ് നോട്ട് സീൻ ഇറ്റ്. ബാക്കി സ്റ്റേറ്റുകളിൽ കുറവാണ്, ഇല്ലെന്നല്ല, കുറവാണ്. കേരളത്തിൽ തീരെ കുറവാണ്. നിവൃത്തിയുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളിനെ നമ്മൾ പാരവയ്ക്കും. അവനങ്ങനെ ഞെളിയില്ല. ഈ ചിന്താഗതി ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഈ പ്രൊഫഷണൽ ജലസി അത് ഇതൊക്കെ ഉണ്ട്, ബട്ട് നോട്ട് സോ റാമ്പൻറ്റ് ലൈക്ക് വാട്ട് വി എക്സ്പീരിയൻസ് ഇൻ കേരള. അപ്പോൾ അതാണ് ഞാൻ മഹാരാഷ്ട്ര പ്രിഫർ ചെയ്യാൻ കാര്യം. കേരളത്തിൽ നിന്ന് കെൽട്രോൺ എന്നോട് ചോദിച്ചു, ക്യാൻ യു ജോയിൻ കെൽട്രോൺ? കെൽട്രോണിൻ്റെ സുവർണ്ണകാലം, മറ്റ് സ്ഥലങ്ങളിൽ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കാലം. അതെ 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 അതെ. വലിയ പവർ പ്രോജക്ട്സ്, ONGCയുടെ ജോലികൾ, ഇതൊക്കെ ചെയ്യുന്ന കാലം. സുവർണം എന്നൊന്നും പറയാൻ പാടില്ല, ബട്ട് നിറയെ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു, കയ്യിൽ നിറയെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെപ്പോഴും കേരളത്തിന് പുറത്ത്, എ മാൻ ഹു ഈസ് വില്ലിങ് ടു ഗോ ഔട്ട്സൈഡ് കേരള ഹാസ് എ മാർക്കറ്റ് ഇൻസൈഡ് കെൽട്രോൺ. എന്തെങ്കിലും അയാളെ പറഞ്ഞു വിടുക, അയാൾ പോകാൻ തയ്യാറാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഈ കേരളത്തിൽ അന്ന് ഹീറോസായിരുന്ന ഈ നയനാർ, കരുണാകരൻ, അവരുടെ കുശുമ്പ്, വഴക്ക്, ഇതൊക്കെ എൻജോയ് ചെയ്യണം. ഞാൻ അതൊക്കെ എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ അത് വിട്ട് പുറത്ത് പോകാൻ തയ്യാറായിരുന്നു. വൺസ് യു ആർ ഔട്ട് ഓഫ് കേരള, യു ആർ കട്ട് ഓഫ് ഫ്രം ദിസ് കേരള പൊളിറ്റിക്സ്. ബിക്കോസ് ഈ കേരള പൊളിറ്റിക്സ് പുറത്താരും കവർ ചെയ്യാറൊന്നുമില്ല. ഇവിടെ വലിയ മഹാമഹം നടക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിന് പുറത്താരും മൈൻഡ് ചെയ്യാറില്ല. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസോ ഐ വാസ് എഗെയിൻ. അങ്ങനെ എനിക്ക് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും ബാറിങ്
നമ്മളെ അരുണാചൽ പ്രദേശ്, ത്രിപുര, മണിപ്പൂർ, ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളൊഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റി. ഓഫ് കോഴ്സ് സിറ്റീസ് ഉണ്ട്, അതിൽ മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, പൂനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കൂടുതലും ഗ്രാമപ്രദേശത്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് വികസിച്ചു മൊത്തം ഭാരതത്തെ പറ്റിയുള്ള. അത് വലിയൊരു അഡ്വാൻറ്റേജാണ് എനിക്ക് തന്നത്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെയ്തതിൻ്റെയും ഭാരതം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെയും ഒരു ആത്മവിശ്വാസം കൊണ്ടാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും പറഞ്ഞിരുന്നു, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഭാരതം മൊത്തം ഒന്ന് ചുറ്റിക്കാണിച്ചതിന് അതോടെ നമ്മളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതി അങ്ങ് മാറും. അപ്പോൾ ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ സംസാരിക്കുന്നില്ലേ, വൈ ഇസ് ഇറ്റ് സോ? ബിക്കോസ് ഹി ഹാസ് ട്രാവൽ ദാറ്റ് മച്ച്. ലോകം മുഴുവൻ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് തിരുത്ത് വരണമെന്നും ഒരുപാട് പോരായ്മ ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സ്റ്റാൻഡ് പോയിൻ്റ് മാറുമ്പോഴാണ് വ്യൂ പോയിൻ്റ് മാറുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പാർക്കിംഗ് സ്പേസ് ഒക്കെ നോക്കും നമ്മളിങ്ങനെ ഇത്രയുള്ള. യു ഗോ ടു ദ ടോപ്പ്, ദെൻ വളരെ വിശാലമായ പെർസ്പെക്റ്റീവ് മാറണം മനുഷ്യൻ്റെ. പലപ്പോഴും കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം പിടിവാശി ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് കയറില്ല. കയറിയാൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് മാറുന്നത് എങ്ങനെ? അത് മാറ്റുന്നതൊരു മോശമല്ലേ? ഡോഗ്മാറ്റിക്കാണ്. പണ്ട് ഞാൻ 1967 ഇത് പറഞ്ഞു പോയി, ഇനിയും അത് മാറ്റാൻ പാടില്ല. മാറ്റണം. മഹാത്മാഗാന്ധി അങ്ങനെ മാറിയ ആളാണ്, അതുകൊണ്ടാണ് സക്സസ്ഫുൾ ആയത്. മഹാത്മാഗാന്ധി ഐ ടോൾഡ് യു സോ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനിത് പണ്ടേ പറഞ്ഞിരുന്നു എന്നൊരു വാക്യം മഹാത്മാഗാന്ധിയുടെ ഒരു എഴുത്തിലും കാണാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവോൾവിങ് മൈൻഡാണ്, നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ പറയും. ഒരു ഇഷ്യൂസിനെ പറ്റി ഏറ്റവും അവസാനം ഞാൻ എന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങുന്ന സ്വഭാവം എനിക്കില്ല. കാരണം ഞാൻ ജീവിതത്തിൻ്റെ നിലകൾ കയറിക്കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് എനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ വിശാലമാകുന്നു. അപ്പോൾ ഞാൻ കാഴ്ചപ്പാട് മാറ്റണ്ടേ? കാഴ്ച മാറുമ്പോൾ കാഴ്ചപ്പാട് മാറ്റണം. കാഴ്ചപ്പാട് വിശാലമാകുമ്പോൾ നമ്മൾ എഴുതുന്നതും പറയുന്നതും ഒക്കെ വിശാലമാകും. സോ പണ്ട് പറഞ്ഞു അതിപ്പോൾ മാറ്റി പറയരുത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഡോഗ്മയാണ്. ദേ ഗോ ബൈ എ ബുക്ക് ലൈക്ക് ഖുറാൻ ഓർ ബൈബിൾ ഓർ ദാസ് ക്യാപിറ്റൽ. അതിൽ പറഞ്ഞിരിക്കുന്ന അതാണ് ശരി, കാലത്തും ശരി. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ അവരെ പുറത്താക്കുക, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, തരം താഴ്ത്തുക, കുലംകുത്തി എന്ന് വിളിക്കുക. ഇങ്ങനെ ചെയ്ത് ശോഷിച്ച് നൗ യു സി വേർ ദേ ആർ അറ്റ് എ സ്മോൾ കോർണർ, ദാറ്റ് ടു വിത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അത് കാലത്തിനൊത്ത് മാറാത്തതിൻ്റെ ദോഷമാണ്. അതൊരു അഡ്വാൻറ്റേജ് അല്ല ഒരിക്കലും. നൗ കെൽട്രോണിൽ നിന്ന് പിന്നെയും ഞാൻ ഈ കെൽട്രോൺ ഏകദേശം സ്റ്റാഗ്നേറ്റ് ചെയ്തു. സോ ഐ മൈഗ്രേറ്റഡ് ടു തമിഴ്നാട്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നമ്മളുടെ വിൻമില്ലുണ്ടല്ലോ, അതും എൻ്റെ ചെറിയൊരു പാഷനായിരുന്നു. വിൻമില്ല് അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതിനായിട്ട് പോയി. ബട്ട് 1.5 വർഷമേ എനിക്ക് തുടരാൻ പറ്റുള്ളൂ. ഐ ഹാഡ് സെവറൽ ഹെൽത്ത് പ്രോബ്ലംസ് ബൈ ദ ടൈം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇങ്ങനെ ഈ ഹാർഡ് വർക്ക്, ഈ വില്ലേജിൽ കൺസ്ട്രക്ഷൻ തുടങ്ങുക, അവിടെ പലപ്പോഴും ഓലക്കുടിലാണ് താമസം, ടെമ്പററി ഷെഡിട്ട്. കാരണം കുറച്ച് 3 മാസത്തേക്ക് മതി ആ ഷെഡ്. അപ്പോൾ നല്ല കൺസ്ട്രക്ഷൻ നടത്തി കാശ് ആരും കളയില്ല. ഞാൻ എൻജിനീയറാണ്. ബൈ ദ ടൈം ഞാൻ ഐ വാസ് ക്ലൈംബിംഗ് ലാഡേഴ്സ്, സീനിയർ മാനേജർ. പക്ഷേ താമസം ഓഫീസ് ഓലക്കുടിലാണ്, കാരണം മറ്റന്നാളെ പൊളിക്കാനുള്ളതാണ്. ബട്ട് ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രെയിൻ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. സോ ഐ ലെഫ്റ്റ് ഇറ്റ്. ഐ കെയിം ബാക്ക് ടു കേരള. ബൈ ദ ടൈം ഓക്കെ, ഞാനൊരു റിട്ടയർഡ് മനുഷ്യനാണ്. അപ്പോൾ എന്നെ സംഘത്തിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഈ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു സജീവ സഹകരണം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഈ സമയത്താണല്ലേ? അവിടെ തിരിച്ചു അല്ല. എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? ഞാൻ ജനിച്ചത് 1955
എൻ്റെ ആ കുഗ്രാമത്തിൽ ആദ്യത്തെ ശാഖ തുടങ്ങുന്നത് 1957 MA സാറാണ്, MA കൃഷ്ണൻ. ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹമാണ് അവിടെ ശാഖ തുടങ്ങുന്നത്. ഇതെൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവാണ്. 57 എന്ന് പറയുമ്പോൾ എനിക്ക് 2 വയസ്സേ ഉള്ളൂ. 2 വയസ്സിൽ സംഘസ്ഥാനിൽ പോയി മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് എൻ്റെ യോഗ്യത. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് RSSന് കൊടുത്ത സംഭാവന. 2 വയസ്സുകാരൻ അറിയല്ലേ, നിക്കർ പൊക്കി അങ്ങ് മൂത്രമൊഴിക്കും. എന്താ ഈ കാണിക്കുന്നത് പറഞ്ഞിട്ട്, പിന്നെ കുഞ്ഞല്ലേ. അപ്പോൾ അന്ന് മുതൽ ഞാൻ സ്വയം സേവനാണ്. അതിനുശേഷം ആ ശാഖയിൽ എൻ്റെ അച്ഛനായിരുന്നു മുഖ്യ ശിക്ഷക്. വേറൊരു തളിയാപറമ്പ് എന്ന് പറഞ്ഞ ശാഖ തുടങ്ങി. അവിടെ മുഖ്യ ശിക്ഷക് ഞാനായിരുന്നു. RSSൽ ഞാൻ വഹിച്ച ഏറ്റവും വലിയ പദവി ആ ശാഖയുടെ മുഖ്യ ശിക്ഷക് എന്നുള്ളതാണ്. വേറെ ഞാനൊന്നും വഹിച്ചിട്ടില്ല. അന്ന് മുതൽ RSSുമായിട്ട് അഫിലിയേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ബാല ക്യാമ്പ് തലവടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബോട്ടിൽ വേണം അവിടെ പോകാൻ. അപ്പോൾ ബോട്ടിൽ പകൽ സമയത്ത് കയറി വൈകുന്നേരം ഒരു 7:30 ആവും തലവടിയിലെത്തുമ്പോൾ. ഞങ്ങൾ പാട്ടൊക്കെ പാടി പിള്ളേർ വലിയ ബഹളമൊക്കെ വെച്ച് തളർന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ സേതുവേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിരിക്കുകയാണ് എന്നെ. എന്നിട്ട് ഒരു വരമ്പിലൂടെ സേതുവേട്ടൻ നടക്കുന്നു, മറ്റ് പലരും നടക്കുന്നുണ്ട്. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഇതാണ് എന്നെ എടുത്തുകൊണ്ട് സേതുവേട്ടൻ, സേതുമാധവൻ നടക്കുന്നു. എൻ്റെ വായിൽ നിന്നിങ്ങനെ വെള്ളമൊലിച്ച് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വീണുകൊണ്ടിരിക്കും. നാണക്കേടും ഒക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ഞെട്ടി. സേതുവേട്ടൻ സ്നേഹത്തോടെ, അപ്പോൾ അന്നൊക്കെ എന്നെ മോഹൻ എന്നാണ് വിളിക്കുന്നത്, TG എന്നൊക്കെയുള്ള ഇപ്പോഴത്തെ വിളിക്കുന്നില്ല, മോഹൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നടക്കുമോ മോഹനാ? ഞാൻ പറഞ്ഞു നടക്കാം സേതുവേട്ടാ. നോക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ നിലത്ത് നിർത്തി കൈ പിടിച്ച് നടക്കാമോ നോക്ക്. ഞാൻ പോയി നടക്കാൻ കുഴപ്പമില്ല. പിന്നെ നടന്നു. ഇത് ചെറുപ്പകാലത്തെ ഒരു ഓർമ്മയാണ്. അന്ന് അതിനു മുമ്പ് സേതുവേട്ടൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന ആൾ MA സാറ് തന്നെയാണ്. MA സാറ് സേതുവേട്ടൻ ഹരിയേട്ടനൊക്കെ ഒരേ സമയത്ത് വീട്ടിൽ വരുന്നു. പിന്നെ അന്ന് ഭാസ്കർ റാവുജി, അസാമാന്യനായ മനുഷ്യൻ. എഗൈൻ ഹീസ് ഫ്രം മഹാരാഷ്ട്ര. അസാമാന്യനായ, കേരളത്തിൽ ഇത്രയധികം ആൾക്കാരുമായിട്ട് ആത്മബന്ധം പുലർത്തിയ ഒരു പ്രചാരകനുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇവരെല്ലാം വീട്ടിൽ വരുമായിരുന്നു. ഒരു കിതാബും വായിച്ചല്ല ഞാൻ RSSകാരനായിട്ട്. RSSകാരായ നല്ല മനുഷ്യരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നാണ് ഞാൻ RSS ആയത്. പിൽക്കാലത്തും RSSൻ്റെ ബൈബിൾ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിചാരധാര ഇന്നുവരെ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, ഒരു സ്വയം സേവകൻ്റെ വായിൽ നിന്ന് വരുന്ന ഉത്തരം ഗുരുജി ഗോൾവൽക്കർ തരുന്ന അതേ ഉത്തരമായിരിക്കും, ഡോക്ടർ ഹെഡ്ഗേവാർ തരുന്ന അതേ ഉത്തരമായിരിക്കും. ഇഫ് യു ആർ എ നാഷണലിസ്റ്റ് ആൻഡ് ഇഫ് യു ആർ നോട്ട്, പിന്നെ നിങ്ങൾ എത്ര പുസ്തകം വായിച്ചാലും കാര്യമില്ല. ഞാൻ ഗുരുജി സാഹിത്യ സർവസ്വം 12 വോളിയമുണ്ട്. ഞാൻ റെഫർ ചെയ്യാൻ എടുക്കുന്നു എന്നുള്ളതല്ലാതെ 1-ാം വോളിയം മുതൽ 12-ാം വോളിയം വരെ ഞാൻ വായിച്ചിട്ടില്ല. ഇൻ്റലക്ച്വൽ എക്സർസൈസിന് വലിയ പ്രാധാന്യം RSS കൊടുക്കുന്നില്ല. അനുഭവങ്ങൾക്കാണ് കൊടുക്കുന്നത്, ജീവിതത്തിനാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരെ പിന്തുടർന്നതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ വലിയ കൺഫ്യൂഷനൊന്നും തോന്നാറില്ല. ആരെന്ത് RSSനെ പറ്റി ചോദിച്ചാലും ഈ ഒറിജിനൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു 2nd ജനറേഷനോ 3rd ജനറേഷനോ RSSകാരെന്ന് പറയാം. കാരണം ഈ ഒന്ന് ഡോക്ടർ ജിയുടെ കാലത്ത് സ്വയം സേവകരായിരുന്നവർ 1st ജനറേഷനും നമ്മൾ കൂട്ടുന്നു. ഗുരുജിയുടെ കാലത്ത് 2nd ജനറേഷനും 3rd ജനറേഷനും ഞാൻ ഗുരുജിയെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ബട്ട് ഈ 1973 അദ്ദേഹം മരിച്ചു പോയല്ല. 73 എന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്ന ആ വർഷമാണ്. അപ്പോൾ ഐ എം വെൽ അവെയർ, ഞാൻ ചെറുപ്പക്കാരനായി കഴിഞ്ഞു. ബട്ട് അദ്ദേഹവുമായിട്ട് അധികം ഇൻറ്ററാക്ട് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല ഗുരുജിയുമായിട്ട്. അപ്പോൾ എന്നെ വേണമെങ്കിൽ 2nd ജനറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ 3rd ജനറേഷൻ എന്ന് പറയാം. 3rd ജനറേഷൻ എന്ന് വെച്ചോളൂ. 3rd ജനറേഷൻ സ്വയം സേവകന് ഈ പറഞ്ഞ ഈ പുസ്തകങ്ങളില്ലാതെയാണ്. അന്ന് പുസ്തകമൊന്നുമില്ല.
വിചാരധാര എന്നിറങ്ങിയതാണ്. വിചാരധാര ഗുരുജിയുടെ ആ പ്രഭാഷണങ്ങൾ എഴുതിയെടുത്ത ആൾക്കാർ അത് കമ്പൈൽ ചെയ്ത് തയ്യാറാക്കിയ പുസ്തകമാണ് വിചാരധാര. വിചാരധാര ഗുരുജി ഗോൾവൽക്കർ എഴുതിയ പുസ്തകമല്ല, പ്രഭാഷണങ്ങൾ കമ്പൈൽ ചെയ്തു. അതിന് ഇംഗ്ലീഷ് ആണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്, ബഞ്ച് ഓഫ് തോട്ട്സ്. ഓക്കെ, ഇതാണ് പേര്. ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ നേർത്തർജ്ജമയാണോ വിചാരധാര. ബഞ്ച് എന്ന് പറഞ്ഞാൽ കറ്റ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തോട്ട്സ്, അതിന് താഴെ അത് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു കെട്ട്. വിചാരധാര എന്ന് പറഞ്ഞാലോ ഒരു ഒഴുക്കാണ്. അപ്പോൾ ഇതിലേതാണ് ഈ പുസ്തകം? ഈ പുസ്തകങ്ങളുടെയൊക്കെ കുഴപ്പം ഇതാണ്. വിചാരധാര എന്ന് പേരിട്ട ആൾ RSSകാരനായിരിക്കും തീർച്ചയായിട്ടും. അയാൾ എന്തെങ്കിലും ബഞ്ച് ഓഫ് തോട്ട്സ് അത്ര സുഖമില്ല എന്ന് വിചാരിച്ചാണോ ഇട്ടത്? അല്ല. അപ്പോൾ ഒരു കൺസെൻസസ് ഉണ്ടായി, ഇത് മലയാളത്തിലേക്ക് തർജ്ജമ എന്ത് പേരിടും എന്ന് വെച്ചാൽ വിചാരധാര. കൊള്ളാം, വിചാരധാര. അപ്പോൾ ഈ ബഞ്ചും ധാരയും തമ്മിൽ മാച്ച് ആവുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ അവർ ചർച്ച ചെയ്ത് കാണാം, എനിക്കറിയില്ല. ബട്ട് അത് ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് ബഞ്ചെന്ന് വിളിച്ചു, മറ്റേത് ധാര എന്ന് പറഞ്ഞാൽ സാരയില്ല, ഇങ്ങനെയും തീരുമാനിച്ചാണ്. ഞാൻ പറയുന്നത് ഈ പുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒരു പരിധിയിൽ കവിഞ്ഞിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് മൈൻഡാണ്. യു ഗോ ബാക്ക് ടു ബുക്സ് ആൻഡ് സി മൂലധനത്തിൽ എന്ത് പറഞ്ഞു, മിച്ചമൂല്യ സിദ്ധാന്തം എന്ത്, അത് കോട്ട് ചെയ്യുന്നു. മാർക്സ്, എംഗൽസ്, ലെനിൻ. മാർക്സിസത്തിൻ്റെ ബാലപാഠം എന്ന് പറഞ്ഞ EMS ഒരു സീരീസ് ഇറക്കിയിരുന്നു. അതിൽ ആണ് ലെനിൻ, സ്റ്റാലിൻ, ദിമിത്രോവ് പാർട്ടി. അന്നാണ് ഈ ദിമിത്രോവ് എന്ന് പറയുന്ന വായിക്കൊള്ളാത്ത പേര് ഞാൻ വായിക്കുന്നത്. ദിമിത്രോവിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി. എന്ത് ചെയ്യാനാണ്, അതങ്ങനെ ആയിപ്പോയി. ബട്ട് RSS അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ആരാണ് TG മോഹൻദാസ്? ആ ചോദ്യം, അതിൻ്റെ ഉത്തരം, ആ ഡയലോഗ്, ഈ സംസാരം, ഈ യാത്ര കഴിയുന്നില്ല. കാണാം അടുത്ത ലക്കത്തിൽ. നമസ്തേ.